What we shared this morning. രാവിലെ നമ്മൾ ചിന്തിച്ച ചിന്ത ഇതാണ്. Chris, come. Good boy, come and sit here. Okay. Now, this is a chapter that is coming after the call of Moses. മോശയുടെ വിളിക്ക് ശേഷം ഉണ്ടാകുന്ന അധ്യായമാണിത്. Moses went to Horeb. ഹോരേബിൽ മോശ ചെന്നു. And there he met with God. ദൈവത്തെ കണ്ടു അഭിമുഖമായി സംസാരിച്ചു. And he went through a lot of strengthening process. മോശയെ ഒത്തിരി ദൈവം ബലപ്പെടുത്താനിടയായി. Whenever Moses says no, God says no, I am with you. മോശ എപ്പോഴും ഒഴികഴിവ് പറഞ്ഞു, അപ്പോഴെല്ലാം ദൈവം പറഞ്ഞു ഞാൻ നിന്റെ കൂടെ Now ഉണ്ട്. in verse 18, he is actually ready to go. He's all set. 12-ാം വാക്യത്തിൽ മോശ പോകാനെല്ലാം ഒരുങ്ങി. If you look into verse 18, you will see he's all set. 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. He is telling his father-in-law, let me go, I pray, and return to my brethren which are in Egypt, and see whether they be yet alive. And Jethro said to Moses, go in peace. ആമേൻ. മോശ പറയുകയാണ്, ഞാൻ പോയി എൻ്റെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, അവരെല്ലാം ജീവനോട്ടിരിക്കുന്നു എന്ന് നോക്കാം. അപ്പം മോശ പറഞ്ഞു, അല്ല ഇത്രോ പറഞ്ഞു, നീ സമാധാനമായി പോയി വരിക. Now in verse 19, this is what I want you to see. എന്നിട്ട് അതിനുശേഷം 19-ാം വാക്യം ശ്രദ്ധിക്കുക. Go, return into Egypt, for all the men are dead which sought thy life. ആമേൻ. ദൈവം പറയുകയാണ്, നിനക്ക് ജീവഹാനി വരുത്താൻ നോക്കിയിരുന്നവരെല്ലാം മരിച്ചുപോയി. Number one, I want to show you something about writing the word of God. ദൈവവചനം എഴുതുന്നതിനെ പറ്റി ഒരു കാര്യം പറയാം. What did I share today morning? രാവിലെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? Say that, പറ. രാവിലെ വന്നവർ ആരെങ്കിലും പറഞ്ഞാട്ട് say that. ആമേൻ. ആയിരിക്കണമെന്നില്ല, ഇല്ല. Okay. See, when you see this verse 19, you may think that this came after verse 18. ആമേൻ. നമ്മൾ വിചാരിക്കും ഇത് 18-ന് ശേഷം വന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കും. It need not be. അങ്ങനെയാണോന്നില്ല. Because the Holy Spirit doesn't work like we think. 1, 2, 3, 4 ആമേൻ. like that. ആമേൻ. നമ്മുടെ ഓർഡർ അല്ല പരിശുദ്ധാത്മാവിന്റെ ഓർഡർ. So when you study the scriptures, we cannot study it with our mind. മനസ്സുകൊണ്ട് നമുക്ക് തിരുവചനം പഠിക്കാൻ പറ്റത്തില്ല. We need the Holy Spirit. പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ പറ്റൂ. What I told you is actually a revelation which I understood. എനിക്ക് മനസ്സിലായ ഒരു വെളിപ്പാടാണ് ഞാൻ പറഞ്ഞത്. If you look into the creation event, സൃഷ്ടിയെ കർത്താവിന്റെ സൃഷ്ടിപ്പ് നമുക്ക് നോക്കിയാൽ it is not 1, 2, 3, 4 like that. നമ്മൾ നോക്കിയാൽ നമ്മുടെ ക്രമം അനുസരിച്ച് 1, 2, 3 അല്ല. One place it says God created man. ഒരിടത്ത് പറയും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. Then it says he created Adam and Eve. വേറൊരിടത്ത് പറയുന്നു ആദാമിനെയും അവനെയും സൃഷ്ടിച്ചു. In the book of Isaiah, if you read, you will come to know that there is a gap between verse 1 and verse 2. ആമേൻ. 1-2 വാക്യം, ഉൽപ്പത്തി 1-2 വാക്യങ്ങൾ തമ്മിൽ. So why did God hide it? എന്തുകൊണ്ടാണ് ദൈവം ഇതിനെ മറച്ചിരിക്കുന്നത്? Can you tell me why? സ്തോത്രം. Why does God hide these things? എന്തുകൊണ്ടാണ് ഇത് നമുക്ക് അതിങ്ങനെ ഓർഡറിലല്ല നമ്മളെ അവിടെ ഇവിടെയുമായിട്ട് കിടക്കുന്നത്? Let's look to Proverbs 25 ആമേൻ. and verses 1. ആമേൻ. പ്രോവർബ്സ് 25-1 നോക്കാം. Allah. That is Chronicles 30:30. അത് നമ്മുടെ ആവർത്തന പുസ്തകമാണ്. Yeah, Deuteronomy. ആമേൻ. കാര്യം ആരായി? ആമേൻ. Whose glory? ആമേൻ. കാര്യം Proverbs 25:1. 25:2. 25:2. Okay. Thank you, Lord. Okay, see. It is the glory of God to conceal a thing. ആമേൻ. കാര്യം മറച്ചു വെക്കാൻ ദൈവത്തിന്റെ മഹത്വമാണ്. Covering is part of his glory. ആമേൻ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു ഭാഗമാണ്. But the honor of kings is to search out a matter. ആമേൻ. എന്നാൽ രാജാക്കന്മാർക്ക് ബഹുമാനം വരുന്നത് ഈ കാര്യം മറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കപ്പെടും. Who are the kings? ആരാണ് രാജാക്കന്മാർ? We are the kings. നമ്മളാണ് ഈ രാജാക്കന്മാർ. We have to search out these things. നമ്മൾ ഇതിനെ കണ്ടുപിടിക്കണം. ആരായണം? That's why studying the scriptures is so exciting. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഉത്സാഹമുള്ളതായി തീരുന്നത്. Hallelujah. Praise the Lord. You know, there are so many things in the Bible which should really take your interest. നമുക്ക് താല്പര്യം ജനിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. When you really look into that, you will see amazing truths of God. ആമേൻ. നമ്മൾ അത് കണ്ടുപിടിക്കുമ്പോൾ ദൈവത്തിന്റെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. A man of God once said like this. ഒരിക്കൽ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, If you write in a postcard, in India we had something called postcard. Outward, you write the address, and whatever is written there can be seen by everybody. ആമേൻ. Now I don't think they have it. ആമേൻ. പണ്ട് കാലത്തെ പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയാൽ ആർക്കും അത് വായിക്കാം. Here too? Yeah. But if you want to write something with a depth
or in privacy, Amen. intimately, you write it in an inland card, a Amen. covered card. ആമേൻ. എന്നാൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ രഹസ്യം അല്ലെങ്കിൽ പണം കൊടുക്കുന്ന കാര്യമോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത് എഴുതുന്നുള്ളൂ. സ്തോത്രം. Okay. So in the same way, the Bible is something that is open to everybody. ആമേൻ. അതുപോലെ തന്നെ ഈ തിരുവചനം എല്ലാവർക്കും തുറന്നൊരു പുസ്തകമാണ്. Anybody can read it, ആർക്കും വായിക്കാം. including the Satan and the demons. പിശാചിനും ഭൂതാത്മാക്കൾക്കൊക്കെ വായിക്കാൻ പറ്റും. But the Lord has covered certain messages for us. എന്നാൽ നമുക്കായിട്ട് ഇതിൽ പല കാര്യങ്ങൾ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. Devil and demons can't. Abigail, devil and demons can't read that. പിശാചിനോ വീഴ്ച വന്ന ദൂതന്മാർക്ക് വായിക്കാൻ പറ്റത്തില്ല. Because they don't understand love. കാരണം അവർക്ക് സ്നേഹം മനസ്സിലാകത്തില്ല. Only we, the loved ones of God, can understand that. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന നമുക്കേ അത് മനസ്സിലാകത്തുള്ളൂ. So we are called to search out things. ആമേൻ. ദൈവകാര്യങ്ങളെ ആരായാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. What is this searching out? It is known as receiving the revelation. ആമേൻ. ഈ ആരായൽ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ വെളിപ്പാട് The പ്രാപിക്കുക. word is revealed to us. ആമേൻ. ദൈവവചനം വെളിപ്പെടുന്നത് നമുക്കാ. If it is revealed, that means it is hidden. ആമേൻ. അത് വെളിപ്പെട്ടുവെങ്കിൽ അതിനർത്ഥം അത് മറഞ്ഞിരുന്നതാ. God hides a lot of things. ഒത്തിരി കാര്യങ്ങൾ ദൈവം മറച്ചു വയ്ക്കും. Then he waits for us to come and seek it out. നമ്മൾ വന്ന് അത് കണ്ടുപിടിക്കാൻ ദൈവം അത് അവിടെ ഒളിച്ചു വെക്കും. Hallelujah. That's why a walk with God in the Bible is so exciting and rewarding. ആമേൻ. ദൈവവചനപ്രകാരം ദൈവത്തോടൊപ്പം നടക്കുന്ന വളരെ ഉത്സാഹമുള്ളതും വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. Hallelujah. You must really desire it. നമ്മൾ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ടതാ. Really desire it, God will give it to you. This is one thing I've been desiring. God is giving. ആമേൻ. ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ ഫലമായി കർത്താവ് എനിക്ക് തരുന്നു. നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണത്. I want to tell you, if you really desire something, God will give it to you. യഥാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ നിശ്ചയമായിട്ട് കർത്താവ് തരും. I'm telling you something. ഞാൻ ആത്മാർത്ഥമായി പറയുക. You know, if you desire to spend time in prayer, He will give that time to you. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ During this fasting prayer, you know what all attacks the devil is trying to do, to take our attention away. Amen. All the stunts he is doing. We pray for more grace. We want to pray. We want to be in the presence of God. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമയം നമ്മുടെ സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കാതിരിക്കാൻ പിശാച് പരമാവധി പയറ്റുകയാണ്. Okay, so let's come back to this, to the original one which we said. Moses is now in a situation where God has to strengthen him. ദൈവം തന്നെ ബലപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് മോശ. Now assuming that Moses is right now with his father-in-law. ചിന്തിക്കുക, മോശ ഇപ്പോൾ തന്റെ അമ്മായപ്പന്റെ ഒപ്പമാണ്. And his father-in-law said, go. അമ്മായപ്പൻ തനിക്ക് അനുവാദം കൊടുത്തു. But if you look into this, what did really Moses tell his father-in-law? Verse 17. അമ്മായപ്പനോട് മോശ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, Look verse 17. 17 വാക്യം നോക്കിയാൽ, 18. See what he is saying, telling his father-in-law Jethro. അമ്മായപ്പനോട് മോശ പറയുന്നത് എന്തെന്ന് നോക്കിക്കേ. Moses went and returned to Jethro his father-in-law and said unto him, Let me go, I pray thee, and return to my brethren which are in Egypt, and see whether they be yet alive. ആമേൻ. ഞാൻ മിസ്രയീമിൽ പോയി എൻ്റെ സഹോദരന്മാരൊക്കെ ജീവനോട് ഇരിക്കുന്നു നോക്കിയിട്ട് വരട്ടെ. Okay, this is clear, right? Actually, why is he going? യഥാർത്ഥത്തിൽ എന്തിനാണ് പോകുന്നത്? ആമേൻ. He is not going to see if they are alive, alive or dead. സഹോദരന്മാർ ജീവിച്ചിരിക്കുന്നു നോക്കാൻ അല്ല പോകുന്നത്. He is going to deliver them from Pharaoh. ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ God has given them a command. ദൈവം മോശയ്ക്ക് ഒരു കൽപ്പന കൊടുത്തു. And he's going to do it. അത് ചെയ്യാൻ പോവാ. But look at what he's telling to Jethro. എന്നാൽ തന്റെ അമ്മായപ്പനോട് മോശ ഇത് പറയുന്ന രീതി ഒന്ന് നോക്കിക്കേ. And then you see verse 19 in the light of this. ആമേൻ. ഇതിന്റെ വെളിച്ചത്തിൽ 19 വാക്യം നോക്കിക്കേ. Look at God, the way God deals with Moses. മോശയോട് ദൈവം ഇടപെടുന്നത് ശ്രദ്ധിച്ചേ. Moses is talking to Jethro. ജിത്രോയോട് മോശ സംസാരിക്കുന്നു. Moses says, I am going to this place. അദ്ദേഹത്തെ പറയാണ് ഞാൻ മിസ്രൈമിലേക്ക് പോവുകയാണ്. And then God deals with him. അപ്പോൾ ദൈവം ഇടപെടുന്നു. സ്തോത്രം. Okay, what do you expect God to do? ദൈവം എന്ത് ചെയ്യണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? Very good, Moses. I am so proud of you. You know, you have taken a step of faith, and now you have not let me down in front of your father-in-law. Go forward, I'll bless you. That is what you expect God to say. ആമേൻ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്ന നല്ലൊരു കാര്യം നമ്മൾ ചെയ്തു, അതുകൊണ്ട് ദൈവം എന്നെ അഭിനന്ദിക്കും. Amen. But look at what God is saying. എന്നാൽ ദൈവം ചെയ്യുന്നത് എന്താ? Go, return into Egypt, for all the men are dead which sought your life. ആമേൻ. ദൈവം മോശയോട് പറയാണ്, നിന്റെ ജീവിതം നിന്നെ കൊല്ലാൻ ആരൊക്കെ ഓങ്ങിയിരുന്നു അവരെല്ലാം മരിച്ചുപോയി. One thing I want you to know, which I didn't tell in the morning, God will always speak to your heart. ആമേൻ.
ദൈവം നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളോടായിരിക്കും. Our minds sometimes may not be able to comprehend what God is saying. ദൈവം പറയുന്നത് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിന് ഒരുപക്ഷെ പറ്റത്തില്ല. Why are you speaking? We may receive so many words sometimes. Why are you speaking like this? ആമേൻ. ചിലപ്പോൾ ചില വചനങ്ങൾ കേട്ട് നമ്മൾ വിചാരിക്കും എന്തിനാ ഇയാൾ ഇങ്ങനെ പറയുന്നത്? But God is speaking to our heart because God sees our heart. കാരണം ദൈവത്തിന് നമ്മുടെ ഹൃദയവുമായിട്ടാണ് ദൈവത്തിന് ബിസിനസ് ഉള്ളത്. നമ്മുടെ ഹൃദയത്തോടെ ദൈവം സംസാരിക്കും. Hallelujah. Praise the Lord. That means if you transfer that concept of God here, God was speaking to Moses' heart. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവം മോശയുടെ ഹൃദയത്തോട് എന്താ സംസാരിക്കുന്നത്? He's speaking to his heart. തന്റെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. Hallelujah. So what was Moses' heart at that time? ആ സമയത്ത് മോശയുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ? There was fear. ആമേൻ. ഹല്ലേലൂയ. താൻ ഭയപ്പെട്ടിരിക്കുക. Okay, now we are going to come to that. Look, turn to Genesis 15:1. ആമേൻ. 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 ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി Let's go 15 to നമുക്ക് Genesis 15:1. ഉൽപ്പത്തി 15 ഒന്ന് വായിക്കുമ്പോൾ Hallelujah. പ്രൈസ് ദി ലോർഡ്. യെസ്. താങ്ക് യു ജീസസ്. Now, did you see that? ശ്രദ്ധിച്ചോ? Abraham also, God is telling him in his dream, do not fear. ആമേൻ. അബ്രഹാമേ നീ ഭയപ്പെടേണ്ടെന്ന് ദൈവം പറയുക. If you look into chapter 14, 14 അധ്യായം what നോക്കിയാൽ is chapter 14? തൊട്ടുമേൽ You have to remember Genesis 14 with, I told you in the morning, Abraham winning Lot. ആമേൻ. ലോത്തിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യമാണ്. Hallelujah. And I said it is ഇന്ന് രാവിലെ അതൊരു ദൂതാവുന്ന സഭയ്ക്ക്. ആമേൻ. ആമേൻ. All right. So in 14, Abraham has just won. ആമേൻ. 14 അധ്യായത്തിൽ അബ്രഹാം ജയിച്ചു. And then why should he be scared in verse 15? 15 അധ്യായത്തിൽ തന്നെ എന്തിനാ പേടിക്കുന്നേ? Remember, externally he was victorious. Internally he had fear. ആമേൻ. പുറത്തുനിന്ന് ജയം ഉണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് ഭയമുണ്ട്. Now we come back to Moses. മോശയുടെ രീതിയിലേക്ക് Both these men of God had fear inside them. ഈ രണ്ട് ദേവദാസന്മാരുടെ ഉള്ളിൽ ഭയമാ. That is why God was speaking to their heart and saying, fear not, fear not. 365 times at least the Bible says, fear not, fear not, fear not, fear not, fear not. ഈ ദേവദാസന്മാര് പേടിച്ചിരുന്നുകൊണ്ട് ദൈവയുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട. ദൈവം 360 തവണ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നമ്മൾ ആവർത്തിച്ച് നമ്മോട് പറയുന്നു. Hallelujah. I want you to know, precious saints, that our heart can have fear in areas which has not been tapped yet. ആമേൻ. ഇതുവരെ തൊട്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഭയം കാണാം. Amen. Every time we go through a crisis, God brings out this part of our heart. ആമേൻ. നമ്മളുടെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഭാഗത്തെ കർത്താവ് വീണ്ടും മുന്നോട്ട് കൊണ്ടുവരും. You must always remember that God deals with the heart. ചിന്തിക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹൃദയത്തോടാണ് ദൈവം ഇടപെടുന്നത്. Now go to 18 again. വീണ്ടും 18 വാക്യം നോക്കി. See what Moses tells his father-in-law. മോശ അമ്മായിപ്പനോട് പറയുന്നത് എന്താ? He is not telling the truth, or he is telling half truth to his father-in-law. ആമേൻ. പകുതി സത്യമേ അമ്മായിപ്പനോട് പറയുന്നുള്ളൂ. He is not telling the whole truth. മുഴുവൻ സത്യം പറയുന്നില്ല. Why? എന്തുകൊണ്ടാ? Because his father-in-law knows that Moses had killed a man in Egypt, and therefore the people are likely to kill him. And his father-in-law may say, don't take my daughter and the children. That is one reason. That could be one reason. ആമേൻ. മോശ അവിടെ ഈജിപ്തിൽ ഒരു മനുഷ്യനെ കൊന്നതായതുകൊണ്ട് തന്നെ ആളുകൾ തിരിച്ചു കൊല്ലാൻ സാധ്യതയുണ്ട്. ആ അർത്ഥത്തിലാണ് അമ്മായിപ്പൻ സംസാരിക്കുന്നത്. Look at what he says. I am going to see my brothers in Egypt. He doesn't say the whole Egypt. I am going to see my brothers in Egypt. എന്റെ സഹോദരന്മാരെ കാണാൻ പോകുന്നേ പറഞ്ഞുള്ളൂ. And I want to see if they are alive. അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോവാ. Why should he be worried if they are alive? God has just spoken to him that he should go and deliver the brothers and his brothers and sisters. ആമേൻ. ദൈവജനത്തെ വിടുവിച്ചുകൊണ്ട് വരാൻ കമ്മീഷൻ ചെയ്ത് അയക്കുക. പിന്നെ എന്തിനാ ഇവർ ജീവിച്ചിരിക്കുന്നത് Because നോക്കാൻ God പോവാ. has already spoken. ദൈവം സംസാരിച്ചു കഴിഞ്ഞു. Are you with me? He knows the truth. സത്യം ദൈവത്തിന് അറിയാം. But he is conveying another message to his father-in-law. ആമേൻ. എന്നാൽ വേറൊരു സന്ദേശമാണ് മോശ അമ്മായിപ്പനോട് പറയുന്നത്. He is, in other words, he is shifting a gear to the flesh. ആമേൻ. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ആത്മാവിലും ജഡത്തിലേക്ക് നീങ്ങുകയാണ്. Remember, whenever we move into the flesh, on the other side, fear begins to come up. ആമേൻ. നാം ജഡത്തിലേക്ക് പോകുമ്പോൾ മറുവഴി കൂടെ ഭയം കയറി വരും. സ്തോത്രം. We are speaking about the heart today. ആമേൻ. ഹൃദയത്തെ പറ്റി Moses and Abraham are all secondary things. മോശയും അബ്രഹാമല്ല രണ്ടാമത്തെ കാര്യമാണ്. I hope the Lord will reveal the condition of your heart when we preach the word of God. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ വെളിപ്പെട്ടു വരട്ടെ. Hallelujah. Amen. Praise God. So when on the one side these people are using the flesh, on the other side the fear begins to come. ആമേൻ. ഒരു വശത്ത് അവര് ജഡത്തിലേക്ക് ചാരുമ്പോൾ
മറുവശത്തൂടെ ഭീതി കയറി വരിക. Now look into Genesis 4. I'm sorry, Genesis 4:1 exactly. ആമേൻ. 34:1 നോക്കിയാൽ, I want to use this with all respect to you because we're going to speak something a little deep. ചില ആഴത്തിൽ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. Not deep, things we don't normally talk about. ആമേൻ. സാധാരണ പറയാത്ത കാര്യം. Now look at this. Adam. No, I'm sorry. Go to Genesis 12 and verse 7. ആമേൻ. Wait a minute. Go to Genesis 12 first. കർത്താവേ നന്ദി. ഹല്ലേലൂയ. അമ്മ അതല്ല, ഒരു മിനിറ്റ്. No, I said 12:7, but what I want you to read is this. No. Go to 12, 10 and 11. 11, 12. Okay, think about it. ഇതിനെ ഒന്ന് ചിന്തിച്ചേ. Abraham and Sarah are called to go to a place. ഒരു സ്ഥലത്തേക്ക് പോവാൻ രണ്ടുപേരെ ദൈവം വിളിച്ച. They have been given a GPS. അവർക്കൊരു ഭൂപടം കൊടുത്ത. That GPS is called faith. അവർക്ക് കൊടുത്ത ജിപിഎസിന്റെ പേരാണ് വിശ്വാസം. Only when you go forward you will see the route. That's a special GPS. മുന്നോട്ട് പോകുമ്പോഴേ റൂട്ട് തെളിഞ്ഞു വരത്തുള്ളൂ. Normal GPS is you see everything and go. സാധാരണ ജിപിഎസ് കണ്ടിട്ട് പോകുന്നതാ. But this GPS is as you go forward, God will tell you where to turn and where not to turn. എന്നാൽ ഈ ദൈവം കൊടുത്ത നിർദ്ദേശം മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമനുസരിച്ച്. By the way, faith is അമ്മമേ വിശ്വാസം അങ്ങനെയാണ്. ആമേൻ ആമേൻ. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ വഴി തുറക്കത്തുള്ളൂ. ആമേൻ 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 ആമേൻ. Hallelujah. Amen. കാണാത്തതിന്. Don't wait, go. ആമേൻ. നമ്മൾ കാത്തിരിക്കാതെ പോവുക. Yesterday we got for our church. ആമേൻ. ഇന്നലെ സഭയ്ക്ക് വേണ്ടി നമുക്ക് കിട്ടി. Standing in front of the Red Sea, God will open a way. ആമേൻ. ചെങ്കടലിന് മുമ്പിൽ നിൽക്കിയാൽ ദൈവം വഴി തുറക്കും. I was speaking to the man of God. I said, why don't you pray for a place for us? ഞാൻ ദേവദാസനോട് ചോദിച്ചു, ഒരു സ്ഥലത്തിന് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? And he prayed. എന്നിട്ട് പ്രാർത്ഥിച്ചു. He prayed and said, I don't see, I see all darkness, Pastor. It is, I should just keep them separate. I don't see anything like that. He said. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം വെളിപ്പെടുന്നില്ല. But yesterday after the message, എന്നാൽ സന്ദേശത്തിന് ശേഷം, he said, Pastor, it is already there. സ്ഥലം നിങ്ങൾക്കുള്ള സ്ഥലം, it's already ready. ആമേൻ. നിങ്ങളുടെ സ്ഥലം റെഡിയാണെന്ന് പറഞ്ഞു. It's already prepared. So we are taking steps now. നമ്മൾ ചുവടെടുക്കിയ വിശ്വാസം. I'm going to talk to realtors. I'm going to talk to real estate agents. Somewhere God has kept something. ആമേൻ. ദൈവം നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. So faith is moving forward. വിശ്വാസം മുന്നോട്ട് പോകുന്നു. All right. So Abraham is going forward, but suddenly he sees famine. ആമേൻ. അബ്രഹാം മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ക്ഷാമം കാണുന്നു. Now when he sees famine, where does he turn? ക്ഷാമം വരുമ്പോൾ എങ്ങോട്ട് അദ്ദേഹം തിരിയും? He's turning to Egypt. ഈജിപ്തിലേക്ക് തിരിയുക. Now I'm telling you, that is not where God wanted him to go. അവിടേക്ക് പോകാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. Because God tells Abraham to go to a place, verse 12:1, I am going to show you a place that I will show you. ഞാൻ നിന്നെ കാണിക്കാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. Which means that is something which Abraham has not seen before. ഇതുവരെ അബ്രഹാം കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. If he had already seen, God does not have to tell him, I will show you. ആമേൻ. അബ്രഹാമിന് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ നിന്നെ കാണിക്കുമെന്ന് പറയത്തില്ല. Now Abraham knows Egypt. ഈജിപ്ത് അബ്രഹാമിന് അറിയാം. He has already seen it. നേരത്തെ കണ്ടതാ. When he was a child, he has heard about Egypt. കൊച്ചിലെ കേട്ടിട്ടുണ്ട്. And if God wanted him to go to Egypt, God would have said, Abraham, you go to Egypt. ഈജിപ്തിലേക്ക് പോകാൻ ദൈവം അയക്കുന്നെങ്കിൽ ഈജിപ്തിലേക്ക് പോകാൻ ദൈവം നേരിട്ട് So പറയും. now a time has come when Abraham is taking a step away from the will of God. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവഹിതത്തിൽ നിന്നും വേറൊരു ചുവട് അബ്രഹാം മാറുക. Amen. സ്തോത്രം. All right. ആമേൻ. Abraham is taking a D step of faith. സ്തോത്രം. ഹല്ലേലൂയ. ശരിയായ വഴിക്ക് പോകേണ്ടതിന് വഴി വിട്ടുപോവുക. Now you look at Abraham's reaction in 12:11. 12:11 അബ്രഹാമിന്റെ പ്രതികരണം കാണാം. Look at what he's saying. അദ്ദേഹം പറയുന്നത് നോക്കിക്കേ. Behold now എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. Behold now. ഇതാ. That is happening right now. ഇപ്പോൾ നടക്കുന്ന കാര്യം ഇതാ. Hallelujah. Amen. Okay. Suddenly he is realizing that Sarah is very beautiful. ആമേൻ. ഇതുവരെ കിട്ടാത്ത ഒരു വെളിപ്പാട് പോലെ അദ്ദേഹം ഭാര്യയോട് പറയുവാ, നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്. ഹല്ലേലൂയ. Isn't that straight? Did she become suddenly beautiful? ഇപ്പോൾ സൗന്ദര്യമുള്ളതായതാണോ? Sarah was always a beautiful woman. അവള് സാറാ വളരെ സൗന്ദര്യമുള്ള സ്ത്രീയാ. Abraham must have been a very handsome man also. അബ്രഹാം വളരെ സുന്ദരനുമായിരുന്നിരിക്കാം. But suddenly he realizes that Sarah is beautiful. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ട്. There is something in this realization. ഈ തിരിച്ചറിവിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. Hallelujah. സ്തോത്രം. Now I show you the same thing. Look into Genesis 4:1. ആമേൻ. ഹല്ലേലൂയ. 14:1 നമുക്ക് ഇതുപോലൊരു കാര്യം കാണാം.
സ്തോത്രം. Okay. That's adu madi mummy. Okay. Question number 1. ഒന്നാമത്തെ ചോദ്യം, When God created Adam and Eve, ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ did he put into them all that was needed for having children? അവർക്ക് പുത്രോത്പാദനത്തിന് ആവശ്യമാവുന്ന എല്ലാം കൊടുത്തിരുന്നോ? Yes or no? ഉണ്ടായിരുന്നു ഇല്ലയോ? Yes. It did not suddenly come when they came out of the Garden of Eden. ആമേൻ. അത് ഏദൻ തോട്ടത്തിന് പുറത്തു വന്നപ്പോഴല്ല അതുണ്ടായത്, അതിനു മുമ്പേ They ഉള്ളതാ. were blessed with all those things even when they were in the Garden of Eden. ഏദൻ തോട്ടത്തിൽ ഉള്ളപ്പോഴും ഇതെല്ലാമായിട്ട് ദൈവം അവരെ That അനുഗ്രഹിച്ചു. means അതിന്റെ അർത്ഥം if they did not fall into temptation, അവരെ പ്രലോഭനത്തിൽ വീണില്ലായിരുന്നെങ്കിൽ they still would have had children. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേനെ. I'm telling you this because there is a form of teaching which says having children is a sin. ആമേൻ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പാപമാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇത് മനഃപൂർവ്വമായി The പറയുന്നത്. Bible tells very clearly in the book of Genesis, God blessed Adam and said, you go and multiply and reign and subdue. Hallelujah. ആമേൻ. കർത്താവ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവനെ അനുഗ്രഹിച്ച് അവനോട് പറഞ്ഞത്, നീ സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ച് പെരുകി ഭൂമിയെ അടക്കി അതിൽ വാഴാനാ. Amen. സ്തോത്രം. And then I think that form of teaching came from David, Psalms 51. David said, in sin my mother conceived me. ആമേൻ. ഒരുപക്ഷെ ആളുടെ ദാവീദിന്റെ 51 സങ്കീർത്തനത്തിൽ നീ ഇതാ പാപത്തിൽ ഞാൻ ഉരുവായി എന്നുള്ള വാക്യത്തിൽ നിന്നായിരിക്കാം അങ്ങനെ പറയുന്നത്. And then again in the book of Galatians, we see that in the last days some people will come who will deny the marriage bed and call it bad. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ വിവാഹത്തിനുള്ള മാന്യമായിരിക്കുന്ന വിവാഹത്തെ വിലക്കുന്ന ചിലർ അന്ത്യകാലത്ത് വരുമെന്ന്. You know where it is? വിവാഹം വിലക്കുകയും മനുഷ്യ സ്തോത്രത്തോടെ അറിവ്. See that. അതോ ഇനി തിമോഥെയോസിലാണോ? Let me quickly show that. Arkilaria, anybody knows that? Well, don't waste time on that. The simple thing is, Adam and Eve were expected to give birth to children. ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവരുടെ പുത്രോത്പാദനം നടത്തണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് സൃഷ്ടിച്ചത്. It is not sin to love your wife or love your husband. ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കുന്ന പാപമേ അല്ല. It becomes a sin when you love somebody else. എന്നാൽ വിവാഹത്തിന് പുറത്ത് നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് അത് Or പാപം. before marriage, if you get involved with a man or a woman, it's wrong. വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയോടോ പുരുഷനോടോ ബന്ധപ്പെടുന്നത് പാപമാണ്. It's clear. We all know that. I'm just telling you. Okay. My point is, ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, why did the Holy Spirit write, as soon as Adam and Eve were out of the Garden of Eden, you see suddenly Adam is concerned about his wife. ആമേൻ. ഏദൻ തോട്ടത്തിന് പുറത്തായപ്പോൾ ആദം തന്റെ ഭാര്യയെ പറ്റി കൺസേൺഡ് ആണ്, ചിന്തയുള്ളവനാകുക. Before they were in the Garden of Eden, they were God-centered. അതിനു മുമ്പ് ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവരുടെ ചിന്ത മുഴുവൻ ദൈവത്തെ പറ്റിയാണ്. They would have been talking to each other. They would have had their nice times. അവർ തമ്മിലുള്ള പ്രൈവറ്റ് ടൈംസ് ഉണ്ടായിരുന്നിട്ടുണ്ട്. Definitely. But the Holy Spirit specifically points out, when they came out of the Garden of Eden, this is specifically shown. എന്നാൽ തോട്ടത്തിന് പുറത്ത് വന്നപ്പോൾ ഇത് എടുത്തു പറഞ്ഞിരിക്കുക. What is the meaning? You know what is happening? എന്താ നടക്കുന്നത്? Now that Adam is outside of the will of God, ഇപ്പോൾ ആദം ദൈവത്തിന് പുറത്താണ്. his focus turns away from God into his wife. ആമേൻ. ആമേൻ. തന്റെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറി തന്റെ ഭാര്യയിലേക്ക് മാറി. This is a very important thing. പ്രധാനപ്പെട്ട കാര്യമാണ്. Hallelujah. സ്തോത്രം. Always know your heart by knowing where it is focused. ആമേൻ. നമ്മുടെ ഹൃദയം എവിടെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ എവിടെയാണെന്ന് മനസ്സിലാവും. You know a man if he is spiritual depending on where he is focused. ആമേൻ. ഒരു വ്യക്തിയുടെ ശ്രദ്ധ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവനെ മനസ്സിലാവും. You know why do many pastors fail? അനേക പാസ്റ്റർമാർ പരാജയപ്പെടുന്നത് എന്താ? You know how the devil slowly tries to take the attention of pastors. പാസ്റ്റർമാരുടെ ശ്രദ്ധ എങ്ങനെയാ പിശാച് അകറ്റുന്നത്? If a pastor, for example, is electronically, technically savvy, ഹല്ലേലൂയ, ടെക്നിക്കലി നല്ലൊരു പാസ്റ്റർ ആണെങ്കിൽ the pastor will always be focusing on those kind of things. ആമേൻ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ. He may be preaching the word of God. ദൈവവചനം Or പഠിപ്പിക്കുമ്പോൾ if a pastor is money minded, അദ്ദേഹം പണത്തിൽ he താല്പര്യമുള്ളവനാണെങ്കിൽ may start as an anointed man of God. അഭിഷേകമുള്ളവനായി തുടങ്ങും. But the real focus of the heart will be on making money. എന്നാൽ തന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ ശ്രദ്ധ പണത്തിലായിരിക്കും. Are you understanding what I'm saying? These are things in the heart.
ഇത് ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന And കാര്യങ്ങൾ. God wants to take that away from us. അത് നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. സ്തോത്രം. The focus is our heart, okay? ആമേൻ. ഹൃദയമാണ് നമ്മുടെ ശ്രദ്ധ. Now let me tell you Jeremiah 17:5. ആമേൻ. യെരമ്യാവ് 17:5 നോക്കാം. See what God says about the heart. You all know this. നമുക്കറിയാവുന്ന ദൈവം ഹൃദയത്തെ പറ്റി പറയുന്നത് എന്താണ്? Of all the things in our life, the heart is the most, come down to 17, okay? ഹൃദയം എല്ലാത്തേക്കാളും കപടവും വിഷമവും. 17:5 ആണോ? Is this 5? Okay. Do you remember where it is? Yeah. It's 17 and the heart is, keep going down. ആമേൻ. What's the verse? 17:9. Okay. Why that? See? Next. Look at that. Look at that. Look at that. അത് Look at that. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. Exactly the ഹല്ലേലൂയ. verse. I, the Lord, search the heart. I try the reins, even to give every man according to his ways and according to the fruit of his doing. You just look at this part only. ആമേൻ. ഈ ഭാഗം മാത്രം നോക്കിച്ചേ, ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ Right now, നടപ്പിനും don't worry about this part. ബാക്കി ഭാഗം നോക്കണ്ട. Because if God really tried our heart and were to give to us according to our heart, Hallelujah. some of us may not be alive. I may not be alive. ആമേൻ. യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടണമാണെങ്കിൽ നമ്മളതിൽ പലരും ഇപ്പൊ ജീവിച്ചിരിക്കാൻ പോലും യോഗ്യരല്ല. Actually, what God is doing is Deuteronomy 8:4. ആമേൻ. ആവർത്തന പുസ്തകം 8:4 പറയുന്നത് പോലെ Let us read that also. അത് നമുക്ക് See വായിക്കാം. how God really works with us. നമ്മളോട് ദൈവം ഇടപെടുന്ന നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Deuteronomy 8:3. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. Deuteronomy 8:4 or 5. There you are. This is the one. And he humbled thee and suffered thee to hunger and fed thee with manna, all these things, that he might make know that man does not live by bread alone. 8:2. നിന്നെ താഴ്ത്തുകയും വിശപ്പിക്കുകയും ഇത് തന്നെ. Go to 8:2. അത് തന്നെ. ഇവിടെ ഹൃദയത്തിൽ അവിടെ തന്നെ. There you are. Okay, next. Okay, നിന്റെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന്? Okay, that's it. See, just remember this. ഇത് മാത്രം ശ്രദ്ധിച്ചേ. To know what was in your heart. എന്റെ ഹൃദയത്തിന്റെ ഇരിപ്പ് അറിയാൻ God has taken the people of Israel through the desert to know what is in their heart. ആമേൻ. ദൈവം ഇസ്രായേൽ മക്കളെ ഈ മരുഭൂമിക്കൂടെ നടത്തിയത് ഇവരുടെ ഹൃദയത്തിലുള്ളത് ഇവർക്കറിയാനാ. God knows. ദൈവത്തിന് മുന്നേ അറിയാം. Right in the beginning, God knew what the children of Israel would be. ആമേൻ. ആദ്യം മുതലേ ഇവരെങ്ങനായിരിക്കും ദൈവത്തിന് അറിയാം. But God wanted them to have a realization or a revelation of their heart. എന്നാൽ തങ്ങൾ തന്നെ ആരാണ്, തങ്ങളുടെ ഹൃദയത്തിൽ എന്താണ്, ഇവരൊന്ന് തിരിച്ചറിയാനാ ദൈവം ചെയ്തത്. Shall I tell you something? I want everybody to listen. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം Do പറയാം. you know one way in which God holds many of us is by allowing some need in our life. ആമേൻ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് സാധിക്കാനുണ്ട്. ആ ഒരു രീതിയിലാണ് പലരെയും ദൈവം പിടിക്കുന്നത്. We think we love God really. ആമേൻ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ യഥാർത്ഥ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന്. That is what we. നമ്മുടെ തോന്നല ചിന്തയാ. But our heart, എന്നാൽ നമ്മുടെ ഹൃദയം when we get something, നമുക്ക് ചിലത് കിട്ടുമ്പോൾ we have been waiting for something to happen. ചിലത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. We will get it. നമുക്കത് കിട്ടും. But when we get it, അത് കിട്ടുമ്പോൾ there is a possibility many of us may lose that affection for God. ആമേൻ. നമ്മുടെ ആഗ്രഹം സാധിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവത്തോടുള്ള സ്നേഹം തണുത്തുപോകാൻ സാധ്യതയുണ്ട്. I'm not looking at anybody. Don't get me wrong. I'm nobody to judge. I'm not going to judge you. ആരെയും വിധിക്കുക. But I have known in the heart of many people. എന്നാൽ ആളുകളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ട്, എനിക്കറിയാം. When their love grows cold towards God. ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥകളുണ്ട്. Why? Because they are running after God for a particular thing. കാരണം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അവർ ദൈവം പിന്നാലെ See, പോകുന്നു. have you told? I'm not criticizing, but I have seen lot of people. ഇത് brother കുറ്റമൊന്നും പറയല്ല. Lot of people from the Gulf, after they come to the United States of America, not about you. I've seen how their love grows cold. ആമേൻ. അല്ലെ, അനേക ഗൾഫിൽ നിന്നൊക്കെ വളരെ
വളരെ ഉത്സാഹമുള്ളവര് അമേരിക്ക വന്നിട്ട് അവരുടെ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം See, തണുത്തു പോകുന്ന this is കണ്ടു. one family I've seen, but there are a couple of other families also I know they really are on fire. But by and large, the majority, once they come to the US, they don't care if they worship or not. And if they really have a desire to worship in a place, whatever happens, they will stick on. അമേൻ അമേൻ. അനേകർ തണുത്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഉള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹമാണെങ്കിൽ സാഹചര്യം എന്താണെങ്കിലും അവർ പിടിച്ചു നിൽക്കും. And they will worship God. അവർ ദൈവത്തെ ആരാധിക്കും. Because their heart, they came to God not to get something, not to come to the US somehow. അമേൻ. എങ്ങനെയാലും അമേരിക്ക വരാൻ വേണ്ടിയിട്ടല്ല അവർ ദൈവത്തെ സ്നേഹിച്ചത്. They also love God. അവരും ദൈവത്തെ They are സ്നേഹിക്കുന്നു. also loved by God. ദൈവത്താൽ അവരും God സ്നേഹിക്കുന്നു. has plans for them also. അവരെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. But the heart set is such that I ran after God, He blessed me, praise the Lord. Now it's okay. ആമേൻ. ഞാൻ ദൈവത്തെ കണ്ടു, ദൈവത്തിന് പിന്നാലെ ഓടി, ദൈവം അനുഗ്രഹിച്ചു, ഇനിയും കുഴപ്പമില്ല. But for us, I want to tell you, ആമേൻ. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. make a covenant and a commitment with God. നമ്മൾ ദൈവത്തിൽ ഒരു ഉടമ്പടി എടുക്കുക, I have തീരുമാനം done it for myself. ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുക. And that's why I'm telling you. അതുകൊണ്ടാ പറഞ്ഞേ. Because the Lord has shown me my heart. ദൈവം എന്റെ ഹൃദയത്തെ എനിക്ക് കാണിച്ചു തന്നു. Hallelujah. ആമേൻ. I made a covenant with God. ദൈവത്തിന്റെ ഒരു ഉടമ്പടി. Lord, I know you'll bless me. എനിക്കറിയാം അങ്ങനെ I അനുഗ്രഹിക്കും. know you'll make me great. എന്നെ വലുതാക്കുമെന്നറിയാം. I know whatever I lack, you will fill. എന്റെ കുറവെല്ലാം I know പരിഹരിക്കുന്നറിയാം. you'll give me every promise. എല്ലാ വാഗ്ദാനം But നിറവേറ്റുന്നറിയാം. one thing I said, Lord, I don't want anything without you being in the midst of me and that thing. ആമേൻ I ആമേൻ want you ആമേൻ. to be the first person. കർത്താവേ, ഇതെല്ലാം സത്യമാ, പക്ഷേ അങ്ങ് ഇതിന്റെ നടുവിലില്ലാതെ ഇതൊന്നും അർത്ഥമാകുന്നില്ല എനിക്ക്. That is one of the victories which David had. ഇതായിരുന്നു ദാവീദിന്റെ വിജയത്തിന്റെ രഹസ്യം. You know, God made him a big guy and all that. ഓ, ദൈവം തന്നെ വളരെ ഉയർത്തി. But his relationship with God was becoming only stronger. എന്നാൽ ഏതൊക്കെ സാഹചര്യത്തിൽ പോകുമ്പോഴും എത്ര ഉയരുമ്പോഴും ദൈവത്തോടുള്ള ബന്ധം അധികം വർദ്ധിക്കുക. My brothers and sisters, let me assure you, whatever we are all praying for, in 2011, God has already promised, whatever you pray for will come to pass. 2011 ദൈവം നമുക്ക് വാഗ്ദാനം തന്ന നിങ്ങളുടെ പ്രാർത്ഥനകളെ എല്ലാം ദൈവം ഉത്തരം തന്ന് സഹായിക്കും. Oh, amen. Praise the Lord. Hallelujah. But remember, some of us, including me, കർത്താവേ, എന്നാൽ ഞാൻ ഉൾപ്പെടെ ചിലർ പലരും He is changing the heart to a greater strength. ആമേൻ വലിയൊരു ശക്തിയിലേക്ക് ബലത്തിലേക്ക് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കുക. I know sometimes we go through situations in life where our heart really explodes. ആമേൻ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം പൊട്ടുന്ന പോലുള്ള അവസ്ഥ വരും. We ask, Lord, why, Lord? Why, Lord? What did I do? കർത്താവേ, ഞാൻ എന്ത് ചെയ്തിട്ടാ ഇങ്ങനെ God ചോദിക്കും. says it is not something you did. കർത്താവ് പറയാ, നീ എന്തെങ്കിലും ചെയ്തിട്ടല്ല, I am doing something in your heart. എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുക, I'm changing you. നിന്നെ മാറ്റുക. Hallelujah. Amen. Praise the Lord. Now we come to the new covenant. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ Remember, He's not actually changing our heart. He takes away the old heart, gives a new one. ആമേൻ. ദൈവം നമ്മുടെ ഹൃദയത്തെ മാറ്റുകയല്ല, പഴയ ഹൃദയത്തെ മാറ്റി പുതിയ ഹൃദയം തരിക. This is something we have to learn now. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. Ezekiel 28. ഇതാ ഞാൻ പുതിയൊരു ഹൃദയം തരും. We didn't say I this in think the morning, right? 36 I think. No. Look to Ezekiel 28. Hallelujah. എസെക്കിയേൽ പ്രവചനം 20. Yeah. Yes. Jeremiah 33. Behold, in those days, I will write on your heart. 36:26. Oh, there you are. 36:26. Okay, let's read that. It's very, very interesting. 36:26. Hallelujah. Oh. കർത്താവേ, This is a new covenant. ഇതാണ് പുതിയ നിയമം. It is prophesied by Ezekiel. എസെക്കിയേൽ പ്രവചിച്ചതാണ്. The new heart. ആമേൻ. Do you know when you are really born again, God gives you a new heart, fresh as Akku's heart, even fresher than that. ആമേൻ. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്കൊരു പുത്തൻ ഹൃദയം, അക്കുവിന്റെ ഹൃദയം പോലെ, കൊച്ചു കുഞ്ഞു ഹൃദയം പോലെ ഹൃദയം തരിക. Fresh. പുത്തൻ ഹൃദയം. Hallelujah. Amen. But God gives this heart even when the other fellow is there. ആമേൻ. പഴയ മനുഷ്യൻ ഉള്ളപ്പോഴാണ് ഈ പുതിയ ഹൃദയം തരുന്നത്. The old heart is also there. പഴയ ഹൃദയവുമുണ്ട്, The new heart is also there. പുതിയതുമുണ്ട്. So you have two hearts. രണ്ട് ഹൃദയമുണ്ട്. Eratachang. ആമേൻ. You have two hearts. Double heart. Double heart. ആമേൻ. ഹല്ലേലൂയ. Amen. But the thing is, God wants the old heart to be on the cross. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പഴയ ഹൃദയം ക്രൂശിക്കപ്പെടണം. And God wants us to choose the new heart. പുതിയ ഹൃദയത്തെ നമ്മൾ സ്വീകരിക്കണം. The new heart is already in your heart, but you have to choose it. ആമേൻ. പുതിയ ഹൃദയം നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മൾ അതിനെ തിരഞ്ഞെടുക്കണം. There are two taps. രണ്ട് ടാപ്സ് ഉണ്ട്. If you open one tap,
ഒരു ടാപ്പ് തുറന്നാൽ only dirty things will come. വൃത്തികെട്ടതേ വരും. But if you open the other tap, എന്നാൽ മറ്റേ തുറന്നാൽ fresh, good water Oh, with good fragrance will come. നല്ല സുഗന്ധമുള്ള നല്ല ശുദ്ധമായ വെള്ളം. Every day we have a choice to open one of this. ഏതെങ്കിലും തുറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. Blessed is the man who opens the God-given new heart. ആമേൻ. ദൈവം തന്ന പുതിയ ഹൃദയം തുറക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. But we have again a problem there. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം. Because before we were born again, we were so used to receiving from the other tap. ആമേൻ. വീണ്ടും ജനിക്കുന്നതിന് മുമ്പേ പഴയ ടാപ്പ് മാത്രമേ തുറന്നിട്ടുള്ളൂ. And you know where that old tap comes from? എവിടുന്നാ പഴയ ടാപ്പ് It വരുന്നത്? comes from our old soul man. പഴയ നമ്മുടെ ദൈഹിക മനുഷ്യരിൽ നിന്നാ. How many things do we have in our soul? എന്തൊക്കെയുണ്ട് നമ്മുടെ ദേഹിയിൽ? Come on, tell me. നമ്മുടെ ദേഹിയിൽ എന്തൊക്കെയുള്ളത്? Mind, മനസ്സ്, emotion, വികാരം. will. One more thing we said in the morning which we didn't think. Emotions, huh? Memory. Memory is also part of our soul. ആമേൻ. ഓർമ്മയും നമ്മുടെ ദേഹിയുടെ ഭാഗമാണ്. Now all these things were controlled by the old heart. ആമേൻ. ഈ കാര്യങ്ങളെല്ലാം പഴയ ഹൃദയമാണ് We നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. got that heart from Adam. ആദമിൽ നിന്ന് കിട്ടിയ ഹൃദയമാണ്. Generations we have been having that heart. അനേക തലമുറയായി ഈ I'm ഹൃദയമാണ് going to നമ്മുടെ. tell you something shocking. ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പറയാം. Who was in control of that heart? ആ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? Mr. D. Evil ആമേൻ. പിശാചാണ് ഇതിനെ or ഭരിച്ചുകൊണ്ടിരുന്നത്. Mr. Satan, a Chinese gentleman, not a gentleman. എസ്റ്റാൻ. S.A. എസ്റ്റാൻ. ചുമ്മാ പറഞ്ഞു. Praise God. Amen. All right. So remember, though we did not know, നമുക്ക് അറിയത്തില്ലായിരുന്നെങ്കിൽ we had the heart of the devil. പിശാചിന്റെ ഹൃദയമായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നേ. We don't like to say that because we externally are good people. നമ്മൾ പുറത്തുനിന്ന് നല്ലവരായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് നമ്മളത് അംഗീകരിക്കാൻ You know, a kind of what do you say? We have to exist with one another. Therefore, we are quiet. നമുക്ക് പരസ്പരം സഹകരിക്കണ്ടായോ, അതുകൊണ്ട് നമ്മൾ അടക്കുക നമ്മളെ തന്നെ. If I kill him and try to take his house, the police will catch me, so I'm keeping quiet. ആമേൻ ആമേൻ. ഞാൻ ഒരാളെ കൊള്ളയടിച്ച് അല്ലെ കൊന്നിട്ട് വീട് അപഹരിച്ചാൽ പോലീസ് ജയിലിൽ പോകേണ്ടി വരും, അതുകൊണ്ട് ചെയ്യാതിരിക്കും. Yeah, people are doing a lot of things out of fear. ആമേൻ. അനേകർ ഒത്തിരി കാലം ചെയ്യാതിരിക്കുന്ന ഭയം കൊണ്ടാ. If they really had a choice, അവർക്ക് യഥാർത്ഥത്തിലൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ I'm going to put you to test. ഞാൻ ടെസ്റ്റ് തരാം. Supposing you go to some part of the world ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമെന്ന് where വിചാരിക്കുക. a big flood has come, അവിടെ വലിയ വെള്ളപ്പൊക്കമാണ്. all the people are washed away. എല്ലാവരും ഒഴുകിപ്പോയി. But you are the only family, you and your church is the only people there. നിങ്ങൾ നിങ്ങളുടെ സഭ മാത്രമേ ഉള്ളൂ. You can walk into any house, ഏത് വീട്ടിലും പോവാം, you can go into any bank, ഏത് ബാങ്കിൽ വേണേ പോവാം. nobody's going to question you. ആരും നിങ്ങളെ നേതൃത്വത്തിൽ What തടയത്തില്ല. will you do? എന്ത് ചെയ്യും? കുഞ്ഞുമറിനോട് ചോദിച്ചും പറയാം. See, this is a blessed time, she's saying. See, so what really is this? Is there anything wrong in thinking? അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? There's nothing wrong. ഒന്നുമില്ല. You know, in Kerala many years ago there was a big flood. 99 വെള്ളപ്പൊക്കം. They say that. ആമേൻ. In the 99 I don't know what 99 it is. It must be the Malayalam Yeah. month. വലിയൊരു വെള്ളപ്പൊക്കം. 57 വെള്ളപ്പൊക്കം. That was a really big flood, I've heard. അതെയാ, അത് വലിയ വെള്ളപ്പൊക്കമായി. Many families lost a lot of valuable things in that. അനേകരുടെ വിലപ്പെട്ട സാധനങ്ങൾ ആ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു പോയി. A friend of mine, his mother told me the story. എന്റെ സുഹൃത്തിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു. They were in a place called Aranmula. ആറന്മുളയായിരുന്നവര്. That is full of small streams and everything. അവിടെ വലിയ വെള്ളമുള്ള. One day a big chest came going through in front of their house. മേശയോ A big chest, you know, all the days. അലമാരി. Not alamari, brother. It is like something like that. A chest. Okay. ഒരു വിലയുള്ള A box went through. So they just held it. They pulled it into their property. അവരത് പിടിച്ചെടുത്ത് അവരുടെ വീട്ടിലേക്ക്. They opened it. It seems they opened it. തുറന്നപ്പോൾ They saw a lot of good things. ഒത്തിരി നല്ല കാര്യങ്ങൾ കണ്ടു. But they closed it and put it back into the river. അടച്ചിട്ട് അറ്റി തള്ളി വിട്ടു. Because they did not have the heart to take. This was some rich man's treasure which he had worked all the days of his life. Probably his dead body was coming after that. We don't know. But they didn't take it. They just pushed it into the water. ആമേൻ. ഇത് ഏതോ ഒരു വലിയ ധനികനായ മനുഷ്യന്റെ ജീവിതകാലത്തിലെ മുഴുവൻ പ്രയത്നത്തിന്റെ ഫലമായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് എടുക്കാൻ അവർക്ക് മനസ്സ് അനുവദിച്ചില്ല. Hallelujah. സ്തോത്രം. ആമേൻ. You with me? Are you understanding this? ഹല്ലേലൂയ. Okay. So what is our heart is known in particular situation. ആമേൻ. നമ്മുടെ ഹൃദയം എന്താണെന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെളിപ്പെടും. And when God shows us the old man, we need to ask for a deliverance from that old heart.
ആമേൻ. പഴയ മനുഷ്യനെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ആ പഴയ ഹൃദയത്തിൽ നമുക്കൊരു വിടുതൽ വരും. Are we still opening that old heart tap, or are we opening the new fresh tap? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പഴയ ടാപ്പാണോ തുറക്കുന്നത്, പുതിയ പൈപ്പാണോ തുറക്കുന്നത്? That's a question we have. നമ്മുടെ മുമ്പിലുള്ള ചോദ്യമാണ്. If we open the new heart, we'll become stronger and stronger and stronger in the Lord. ആമേൻ. പുതിയ പൈപ്പ് നമ്മൾ തുറക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ അധിക ശക്തരായി തീരും. Everything okay? Cinderella, okay. Imran, go with her. I don't want her to go. Okay, I'm in the power. Someone of you. I don't want her to go alone, you know. ഹല്ലേലൂയ. Okay. Thank you. Okay, now listen. If you keep opening the new heart, പുതിയ ഹൃദയം തുറന്നുകൊണ്ടിരുന്നാൽ it has a characteristic. അതിന് ചില The സ്വഭാവങ്ങളുണ്ട്. more you open the tap, the more will come to you. ആമേൻ. അധികം പൈപ്പ് തുറക്കുന്നതനുസരിച്ച് അധികം നിറയും ഇതിനകത്തോട്ട്. See, look at one beautiful demonstration. ഒരു നല്ല നിങ്ങൾ നോക്കില്ല, demonstration. don't look now. The minute Imran left, ഇമ്രാൻ പോയ ഉടനെ തന്നെ immediately Chris jumped and Abigail jumped. പെട്ടെന്ന് രണ്ടുപേരും കൂടെ തുള്ളുക. That is a human heart. അതാണ് മനുഷ്യ ഹൃദയം. They were keeping quiet because Imran said, "No," like that. They were standing. They were there. ആമേൻ. ഇമ്രാൻ അവരെ നിയന്ത്രിച്ച് ഇരുത്തിരുന്ന. The minute he left, ഇമ്രാൻ പോയ ഉടനെ immediately I saw Chris jumping. ക്രിസ്തു ജമ്പ് ചെയ്ത് തുള്ളിപ്പോന്നെ കണ്ടു. അതാണ് മനുഷ്യ ഹൃദയം. This is the true human heart. You understand that? സ്തോത്രം. Hallelujah. Thank you, Jesus. Thank you, Amen. Lord. Why are they doing all those funny things? Okay. Now listen. Okay. So the more you use the heart of Jesus, which is already inside you, the more you become like him. ആമേൻ. നമ്മളിലുള്ള യേശുവിന്റെ ഹൃദയം നമ്മൾ അധികം ഉപയോഗിച്ചാൽ അധികം നമ്മൾ യേശുവിനെ പോലാവും. Hallelujah. സ്തോത്രം. But the more you feed on the other one, which is the flesh, you begin to take the works of the flesh. ആമേൻ. എന്നാൽ നമ്മൾ ജഡീക ഹൃദയം അധികം ഉപയോഗിച്ചാൽ നമ്മൾ അധികം ജഡമയനായി തീരുക. That is why he said, do the works of the Spirit. അതുകൊണ്ടാണ് നമ്മളൊരു ദൈവവചനം പറയുന്നത് ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുക. Many times we are in situations where we have to take a choice. പലപ്പോഴും നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട സാഹചര്യങ്ങൾ വരും. We have the tendency to keep a small resentment. ആമേൻ. അല്ലെ ഒരു നീരസം സൂക്ഷിക്കാനുള്ള ഒരു സാഹചര്യം It can be a very small resentment. ഒരു ചെറിയ നീരസമായിരിക്കും. It can be a small, I'm sorry to use the word, it can be a small lust. ഒരു ചെറിയ മോഹമായിരിക്കാം. It can be a small jealousy. ചെറിയ ഒരു അസൂയ. But now look to Genesis chapter 4 and 7. ഉൽപ്പത്തി 4:7 നോക്കാം. Look at that. 4-ാം അധ്യായം 7-ാം വാക്യം. 4:7. കർത്താവേ സ്തോത്രം. Yeah, acha, thank you. നല്ല കർത്താവേ സ്തുതിക്കുന്നപ്പാ. Thank you Jesus. Thank you, Lord. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. 4:7. ഉൽപ്പത്തി 4:7. Let's read that. നമുക്ക് ശ്രദ്ധിക്കാം. അച്ഛൻ അവിടെ ഇരുന്നാൽ മതി അച്ഛാ. Look at that. ശ്രദ്ധിച്ചേ. Sin is lying at the door of your heart. നോക്കണേ, പാപം നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ കിടക്കുക. അച്ഛൻ ഒത്തിരി നിർബന്ധിച്ച് അവർ അച്ഛനെ വെറുക്കും. അച്ഛൻ അവിടെ ഇരുന്നാൽ മതി. സ്തോത്രം. Sin lies at the door of your heart. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. You know, സ്തോത്രം. it is for you to decide whether you should overcome it or the sin to overcome it. ആമേൻ. നീ പാപത്തെ ജയിക്കണോ പാപം നിന്നെ ജയിക്കണോ എന്നുള്ള കാര്യം നമ്മുടെ തീരുമാനമാണ്. Unfortunately, Cain decided to open the door to sin. ആമേൻ. നിർഭാഗ്യവശാൽ പാപം ചെയ്യാൻ കായൻ ഹൃദയം തുറന്നു. Now, over a period of time, എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ sin has its power over us. ഹല്ലേലൂയ, പാപത്തിന്റെ ശക്തി നമ്മുടെ മേൽ കൂടുകയാണ്. And it makes us to do whatever it wants us to do. നമ്മൾ അതിന്റെ അടിമയായി അവൻ പറയുന്നത് ചെയ്യും. You forget the devil for some day. Let us give him a break today. ആമേൻ. പിശാചിനെ മാറ്റി വെക്കാം. You know, for everything that happens, we blame the devil. എല്ലാത്തിനും നമ്മൾ പിശാചിനെ But കുറ്റപ്പെടുത്തും. today we'll give him a break. അതിന് അവന് ഒരു ബ്രേക്ക് There is കൊടുക്കും. a greater fellow that is making all the problem. എന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരു പുള്ളിയുണ്ട്. That's a sin. അതാണ് പാപം. Every time we say yes to sin, we are allowing sin to master us. ആമേൻ. ഓരോ തവണയും നമ്മൾ പാപത്തിന് കീഴ്പ്പെടുമ്പോൾ നമ്മൾ പാപത്തിന്റെ അടിമയാകുവാൻ അനുഭവിച്ചു കൊടുക്കും. And when sin has its dominion over us, he takes us to death. ആമേൻ. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. Now look into Romans 6:14. ഈ പശ്ചാത്തലത്തിൽ റോമർ 6:14 നോക്കാം. See what Jesus has done for us. യേശു നമുക്ക് വേണ്ടി ചെയ്തത് നോക്കാം. Now you are not under sin, you are under grace. ആമേൻ. ഹല്ലേലൂയ. നാം ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നമ്മുടെ മേൽ കർത്തൃത്വം Oh, നടത്തുകയില്ലല്ലോ. sin shall not have dominion on us. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. I think this is one of the best New Testament
promises. ആമേൻ. ഏറ്റവും നല്ലൊരു പുതിയ നിയമ വാഗ്ദത്തമാണിത്. Every time you are tempted to do something. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ It's okay, പ്രലോഭിക്കപ്പെടുമ്പോൾ, listen. Every time you are tempted to get angry, tempted to hate, tempted to have jealousy, etc., etc., remember that temptation need not have dominion over you. ആമേൻ. നമുക്ക് കോപിക്കാനെ കൊണ്ടോ അസൂയപ്പെടാനെ കൊണ്ടോ വഴക്കുണ്ടാക്കാനെ കൊണ്ടോ എന്തെങ്കിലും പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രലോഭനത്തിന് എന്റെ മേൽ കർത്തൃത്വം നടത്താൻ ഉള്ള ആ കാര്യമില്ല. Before you were born again, this was the routine of our life. എന്നാൽ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ഇത് നമ്മുടെ സാധാരണ കാര്യമായിരുന്നു. Maybe we don't realize it. അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. But speaking about a person behind his back is a sin before God. ഒരു വ്യക്തിയെ പറ്റി പരദൂഷണം പുറയിൽ എന്ന് പറയുന്നത് ദൈവമുമ്പാകെ പാപമാ. സ്തോത്രം. Amen. Amen. Hallelujah. ആമേൻ. Praise God. Hallelujah. Okay. But when we came to the Lord, we got a fresh touch. We got a new heart, a new conscience. എന്നാൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ നമുക്ക് പുതിയ മനസ്സാക്ഷി കിട്ടി. And the conscience says, no. ആ മനസ്സാക്ഷി നമ്മളെ വിലക്കുക. Don't hit your brother or sister behind their back. ഓ, നിന്റെ സഹോദരനോ സഹോദരിയെ പുറകിൽ നിന്ന് കുത്തല്ലേ. Hallelujah. Amen. Praise God. A new heart. പുതിയ ഹൃദയം. But we say, it doesn't matter. Everybody does it. അപ്പൊ നമ്മൾ പറയാ കുഴപ്പമില്ല, എല്ലാരും ചെയ്യുന്നതല്ലേ. Pastor's doing it. പാസ്റ്റർ The ചെയ്യുന്നു. Lord says, the pastor did not give you the new conscience. I gave you a new conscience. കർത്താവ് പറയും, പാസ്റ്റർ അതിനൊക്കെ നല്ല മനസ്സാക്ഷി തന്നത് ഞാനാ. If the fellow is talking behind your back, I will catch him. ആമേൻ. ആരായാലും പുറകിൽ സംസാരിച്ച് ഞാൻ പിടിച്ചോളാം. But you, my child of God, you are precious to me. എന്നാൽ എന്റെ കുഞ്ഞെ, നീ എനിക്ക് വിലയുള്ളവനാ. You open the new fresh tap. നീ പുതിയ പൈപ്പ് തുറക്ക്. You drink from it. നീ അതിൽ നിന്ന് കുടിക്ക്. Earlier we could not do that because the other tap was tying us to it. കാരണം നേരത്തെ ഈ പുതിയ ടാപ്പ് ഇല്ലായിരുന്നു, പഴയ ടാപ്പേ ഉള്ളായിരുന്നു. Or take rebellion. അല്ലെങ്കിൽ മത്സരം നോക്ക്. Anything. എന്തും. We were under the power of sin. നമ്മൾ പാപത്തിന്റെ അടിമയിലായിരുന്നു. Thanks be to God, He sent His Son Jesus. ഓ, തന്റെ പുത്രനെ അയച്ച ദൈവത്തിന് സ്തോത്രം. He broke the curse on the cross. ഹല്ലേലൂയ. ശാപത്തെ യേശു ക്രൂശിൽ തകർത്തു. Jesus was never under sin. യേശു ഒരിക്കലും പാപം ചെയ്തില്ല. Jesus never sinned even once. ഒരിക്കൽ പോലും പാപം ചെയ്തില്ല യേശു. Now that perfect man is on the cross. ഈ പരിപൂർണനായ പരിശുദ്ധൻ ഇപ്പോൾ ക്രൂശിലായി. His sacrifice is being made okay for all the sins of the world. ഓ, സകല പാപത്തിന്റെയും പ്രായശ്ചിത്തമായി ഈ പാപപരിഹാരയാഗം അംഗീകരിക്കപ്പെട്ടു. Jesus did not sin. യേശു പാപം ചെയ്തില്ല. He was given the perfect sacrifice. പരിപൂർണ യാഗം യേശു നടത്തി. That perfection begins to fill our imperfection. ആമേൻ. ആ പരിപൂർണത നമ്മുടെ അപൂർണതകളെ നിറയ്ക്കുക. Because Jesus did not sin, യേശു പാപം ചെയ്തില്ല. now God is giving us an opportunity to live a sinless life. ഇപ്പോൾ പാപമില്ലാത്ത ജീവിതം നയിക്കാൻ ദൈവം നമുക്കൊരു അവസരം തരിക. We have to choose. നമ്മൾ തിരഞ്ഞെടുക്കണം. We can continue to argue in the family. കുടുംബത്തിൽ നമുക്ക് വാദിക്കാം. We can continue to fight in the family. കുടുംബത്തിൽ വഴക്കുണ്ടാക്കാം. We can continue to have all the blessings of in the church, സഭയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. even in the material world. ഭൗതിക അനുഗ്രഹങ്ങളും പ്രാപിക്കാം. But who is becoming stronger? Our old man is becoming stronger and stronger and stronger. ആമേൻ. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം, പഴയ മനുഷ്യൻ വീണ്ടും വീണ്ടും ശക്തിപ്പെടുക. Or we speak in unbelief. നമ്മൾ അവിശ്വാസം പറയുക. We speak without expectation. പ്രതീക്ഷ കൂടാതെ സംസാരിക്കുക. We pray without faith. വിശ്വാസം കൂടാതെ പ്രാർത്ഥിക്കുക. The old man is suddenly active. He's on the cross. He's very active. Yeah. ആമേൻ, ആമേൻ. ക്രൂശിൽ കിടക്കുകയാണേലും പുള്ളി ഇങ്ങനെ അങ്ങ് സജീവനായി തീരുക. But the new man, when you feed the new man, പുതിയ മനുഷ്യനെ തീറ്റുമ്പോൾ I will pray in faith. ഞാൻ വിശ്വാസി I പ്രാർത്ഥിക്കും. will expect in faith. ഞാൻ പ്രതീക്ഷയോടെ I'm വിശ്വസിക്കും. seeing great things in my life. വലിയ കാര്യം എന്റെ ജീവിതത്തിൽ കാണും. I may have problems, എനിക്ക് പ്രശ്നം but ഉണ്ടാകാം. I'm going to take another step of faith. എന്നെങ്കിലും ഞാൻ വിശ്വാസത്തിന്റെ പുതിയ ജീവിതം എടുക്കും. Yes, initially, whenever you take a step of faith, God is always there. You will feel it. ആമേൻ. ആരംഭഘട്ടത്തിൽ വിശ്വാസം എടുക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് അനുഭവിക്കാം. One Sachan taught me, if you start, it is in the early days, it is difficult to cycle. ആമേൻ. ഹല്ലേലൂയ. സൈക്കിൾ കയറ്റം പഠിക്കാൻ ആദ്യം ബുദ്ധിമുട്ടാ. Living full-time ministry is like living by faith is like that. ആമേൻ. വിശ്വാസം ജീവിക്കുന്നത് അങ്ങനെയാ. But once you get used to that cycling, എന്നാൽ ആ സൈക്കിൾ പഠിത്തം കഴിഞ്ഞാൽ you become an expert. നമ്മളതിൽ എക്സ്പെർട്ട് ആയി. Sometimes you ride with one wheel. ചിലപ്പോൾ ഒരു വീല് കൊണ്ട് മാത്രം റൈഡ് ചെയ്യാൻ പറ്റും. That is a good illustration which he told me. ഒരിക്കൽ കഥാനദാസൻ പറഞ്ഞ ഒരു നല്ല ഒരു മാതൃകയാ. Hallelujah. സ്തോത്രം. Praise God. Yes. സ്തോത്രം. You know, listen. God will always speak to you. ആമേൻ. നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവം എപ്പോഴും നമ്മൾ God സംസാരിക്കും. wants to help your heart. നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹം. Now try to apply faith in your life. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാം. God's heart is there to help you. ദൈവം എപ്പോഴും നമ്മളെ സഹായിക്കാനുണ്ട്. For example, think of the tap I told you. ഞാൻ പറഞ്ഞ ആ പൈപ്പ് നോക്കിക്കേ. The new heart, പുതിയ ഹൃദയം, that has grace. അവിടെ കൃപയുണ്ട്. Whenever you need grace, He will give it to you. ആവശ്യമുള്ളപ്പോൾ ഇഷ്ടം പോലുണ്ട് കൃപ. You have the faith of Jesus in that. അവിടെ നമുക്ക് യേശുവിന്റെ വിശ്വാസമുണ്ട്. That is why I always I'm telling for the 500th time, all that we need for life and godliness is there in the tap.
ആമേൻ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്ന വാക്ക് വീണ്ടും പറയുന്നത്, നമുക്ക് വേണ്ട ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഈ പൈപ്പിനകത്ത്. This afternoon a lady was telling me like this. ഇന്ന് സായാഹ്നം കഴിഞ്ഞ സമയത്ത് ഒരു സഹോദരി ഇങ്ങനെ She പറഞ്ഞു, was almost crying കരയുകയായിരുന്നു. in the phone line. She said, Pastor, I've been wanting to be baptized, but I can't do anything. എന്നോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. I said, why don't you take a step of faith? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് വിശ്വാസത്തിന് ചുവടെടുക്കുന്നില്ല? Pastor, all that I see is problems all around me. ഞാൻ ചുറ്റുപാട് നോക്കുമ്പോൾ പ്രശ്നങ്ങളെ കാണാനുള്ളൂ. No, I didn't say anything. I just prayed for her. But now you tell me. ആമേൻ. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. എന്നാൽ നിങ്ങൾ എന്നോട് പറ, What will you do in a situation like that? അങ്ങനത്തെ സാഹചര്യം നിങ്ങൾ എന്ത് ചെയ്തെടുക്കും? Leela Mama has a wonderful testimony. No. That's not. We are not talking about your problem. In Jesus' name, I command the problem spirit to go. Amen. I'm telling about her testimony. ആമേൻ. It was impossible for her to be baptized. സ്നാനപ്പെടാൻ ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. Hallelujah. സ്തോത്രം. She did not even know if she had to take another baptism, വേറെ സ്നാനം എടുക്കണമെന്ന് തന്നെ എനിക്ക് because അറിയത്തില്ല. she was baptized in something that is almost equivalent to a cult. ഒരു കൾട്ട് പോലുള്ള ഒരു സ്ഥാനത്തിലായിരുന്നു തന്നെ നേരത്തെ ഏർപ്പെട്ടിരുന്നത്. But one day, according to the leading of the Lord, എന്നാൽ ഒരു ദിവസം പരിശുദ്ധാത്മ പ്രേരണയാൽ she was convinced about baptism. സ്നാനത്തെ പറ്റി മനസ്സിലായി. I said, go and talk to your person. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി സംസാരിക്കണം. She said, it's not going to work. I said, you ask. ഞാൻ പറഞ്ഞു, സഹോദരി പറഞ്ഞു, നടക്കത്തില്ല. She ഞാൻ was ചോദിക്കാം. not willing to do that. ചെയ്യാൻ I said, താല്പര്യമില്ലായിരുന്നു. I'll pray for you. You need grace to go and ask a question. ആമേൻ. ഈ ചോദ്യം ചോദിക്കാൻ കൃപ ആവശ്യമാണ്. ഞാൻ പ്രാർത്ഥിക്കാം. She asked. ചോദിച്ചു. The response was not as bad as she expected. പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു ഉത്തരം. Still, it was no. എന്തെങ്കിലും നോ ആയിരുന്നു. As the Lord led me, I told her, go and do it again. വീണ്ടും ചോദിക്കാൻ ദൈവ പ്രേരണയാൽ പറഞ്ഞു. Again, she went and asked. വീണ്ടും ചോദിച്ചു. The Lord turned the heart of her king. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബനാഥന്റെ ഹൃദയത്തെ കർത്താവ് തിരിച്ചു. She was baptized. സ്നാനപ്പെട്ടു. What happened is the Lord had opened a tap for her. ആമേൻ. എന്താ നടന്നത് ചോദിച്ചാൽ, ദൈവം ഒരു പൈപ്പ് തനിക്ക് വേണ്ടി തുറന്നു. So she has nothing to boast. It is not her faith. തന്റെ വിശ്വാസമല്ല, ദൈവമാണ് The പ്രവർത്തിച്ചത്. pastor has nothing to boast of. പാസ്റ്ററിനും At പ്രശംസിക്കാനില്ല. that time, God opened the special grace because he wanted his child to be baptized. ആമേൻ. തന്റെ കുഞ്ഞ് സ്നാനപ്പെടുന്നത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നുകൊണ്ട് തമ്പുരാൻ തക്ക സമയത്ത് ആ ശരിയായ പൈപ്പ് തുറന്നു. Remember, grace is something special. When you need it, it is always available. ആമേൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോഴും ലഭ്യമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. Now, look at the lady who was talking to me in the phone line. ഓൺലൈൻ എന്നോട് സംസാരിച്ച സഹോദരി ഒന്ന് What നോക്കിയേ. was her problem? തന്റെ പ്രശ്നം എന്താ? She wanted to take a step of faith, വിശ്വാസത്തിന് ചുവടെടുക്കണം. but she was always concerned about the problems because her old heart was so tuned to the problem. ആമേൻ. പഴയ ഹൃദയം ഈ പ്രശ്നത്തെ എല്ലാം കണ്ടുപിടിക്കാൻ വളരെ അലേർട്ടായിട്ടിരിക്കുക. അതുകൊണ്ട് ഈ പുതിയ തീരുമാനം എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. Now, look at your own life. നമ്മുടെ തന്നെ ജീവിതം നോക്കാം. God tells you to do something. ഒരു കാര്യം ചെയ്യാൻ തന്നെ നമ്മോട് പറഞ്ഞു. Supposing God tells us to look for another church place. ചിന്തിക്കുക, വേറൊരു സഭ ആരാധനാലയം നോക്കാൻ What is the പറഞ്ഞു. first thing that comes to your mind? നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്ത എന്താ? Number one, do we have നമുക്ക് enough? ആവശ്യത്തിന് പണമുണ്ടോ? So that's a genuine thought. നമ്മൾ There is no നോക്കുന്ന sin in thinking like ന്യായമായ that. ഒരു ചിന്തയാ. What's the other thing? വേറെന്താണ്? What is the natural thing that comes to you? സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിലുണ്ടായ ചിന്തകൾ എന്താ? Is it a safe place? Is there something wrong in thinking like that? Because women and children are there. We always want a safe place. സുരക്ഷിതമായ സ്ഥലമാണോ? ന്യായമായ ഒരു ചിന്തയാണ്. These are all natural things. സ്തോത്രം. But the things which seem to be natural for us is not natural for God. ആമേൻ. എന്നാൽ സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ചിന്താകുലങ്ങൾ ദൈവത്തിനൊരു വിഷയമല്ല. Think of the Red Sea. ചെങ്കടലിനെ ശ്രദ്ധിച്ച്. Moses and 25 lakhs of people are waiting in front of the Red Sea. മോശ 25 ലക്ഷം ജനങ്ങളും ഈ ചെങ്കടലിൽ തീർന്നിരിക്കുക. And they have Pharaoh coming from behind. അവരുടെ പിറകിൽ നിന്ന് ഫറവോ അവരെ ആക്രമിക്കാൻ വരിക. You think they can have 40-day fasting prayer? 40 ദിവസം ഉപവാസം പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? Hallelujah. God sent his tap to Moses. ഓ, തന്റെ പൈപ്പ് മോശയ്ക്കായി ദൈവം തുറന്നു. God said, I am the one who called you. I will take you across. ആമേൻ. ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാൻ അക്കരെ കൊണ്ടുപോകും. Child of God, every time God takes us through difficulties, you must decide, this time I am going to leap over the wall. ആമേൻ. ഓരോ തവണയും പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഈ തവണ ഞാൻ മതിൽ ചാടി. Every trial is a decision making for us. ആമേൻ. ഓരോ പരിശോധനകളും നമ്മളൊരു വിശ്വാസത്തിന്റെ തീരുമാനമെടുക്കാനാ. Sometimes I tell myself, ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, God gave you victory there. ദൈവം എനിക്ക് അവിടെ ജയം തരും. God gave you victory there. അവിടെ നിനക്ക് ജയം തരും. This time God is going to give you 2 times the victory. ഈ തവണ ഇരട്ടി ജയം ദൈവം തരാൻ പോകും. I don't know which king, Solomon or somebody, had a habit of writing down all the things that God had done for him. I don't know remember who it is. ഏതോ ഒരു രാജാവ് ദൈവം തനിക്ക് വേണ്ടി ചെയ്തെല്ലാം രേഖപ്പെടുത്തിയിരുന്നു. And every year he used to read out the things God did for him. ദൈവം ചെയ്തെല്ലാം ഓരോ വർഷം കഴിയുമ്പോൾ And വായിക്കുമായിരുന്നു. his faith would go up.
അപ്പോൾ തന്റെ വിശ്വാസം വർദ്ധിക്കും. Now, if God helped you, number one, God helped you, number two, God will help you, number three. ആമേൻ. ഒന്നാമത്തിലും രണ്ടാമത്തിലും ദൈവം നിങ്ങളെ സഹായിച്ചെങ്കിൽ മൂന്നാമത്തിലും സഹായിക്കും. God will not leave you back. ദൈവം നിങ്ങളെ പുറകോട്ട് The വലിക്കത്തില്ല. devil will tell you, you made so many mistakes, now God will not listen to your prayer. That is the old covenant prayer. ആമേൻ. പിശാച് പറയും നിനക്ക് ഒത്തിരി അബദ്ധം പറ്റി ദൈവം നിന്നെ കേൾക്കത്തില്ല. ഇത് പഴയ നിയമത്തിന്റെ പ്രാർത്ഥനയാണ്. Church, let me tell you, God loves you not because you are good, but because He is good. ഓ പ്രിയപ്പെട്ട ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മ കൊണ്ടല്ല, ദൈവത്തിന്റെ നന്മ കൊണ്ടാ. Oh, you think you can be good enough to make God do something? നമ്മൾ നന്നായിട്ട് നല്ലവരായിട്ട് ദൈവത്തിന്റെ ഇതിൽ പ്രാപിക്കാൻ പറ്റുമോ? No. നമ്മുടെ കഴിവുണ്ട്. Do you think suddenly one day somebody became good and said, God, from today I'm going to become good? All right, then I will bless you. You think that's the way it is? ആമേൻ. കർത്താവേ ഇന്ന് ഞാൻ അങ്ങ് നല്ലവനായി തീരാ, അത് കഴിഞ്ഞ് എന്നെ അനുഗ്രഹിക്കാൻ പറഞ്ഞ അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടാൻ പറ്റുമോ? God called this man ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു. from even before the foundations of the world. ആമേൻ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ God knew he would do all kinds of funny things. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന God said, my son is there. Instead of the funny things, my son is there. ആമേൻ. ഇതിലെല്ലാം ഉപരിയായി അവൻ അവിടെ ഉണ്ട്. Whatever made my son to do or my daughter to do funny things, instead of that, now I'm going to give him Jesus who has done only good things. ആമേൻ. നേരത്തെ അബദ്ധവും പരാജയവും പറ്റിയ സ്ഥാനത്ത് ഞാനിപ്പോൾ ജയം നൽകുവാൻ അവൻ പ്രാപിക്കാൻ തക്കൊണ്ട് യേശുവിനെ കൊടുക്കുക. And now, son, do you receive it? ഇപ്പോൾ നമ്മൾ സ്വീകരിക്കണം. Yes, I received the new heart. കർത്താവേ പുതിയ ഹൃദയം ഞാൻ Now സ്വീകരിക്കുന്നു. the new heart is active. ഇപ്പോൾ പുതിയ ഹൃദയം സജീവമാണ്. The new heart which always speaks good things, ഓ പുതിയ ഹൃദയം എപ്പോഴും നല്ലതേ പറയൂ. positive things, ഓ പ്രായോഗികമായ having കാര്യങ്ങൾ. great expectation. വലിയ പ്രതീക്ഷ. 12 people, 12 ആളുകൾ 2 people came back. രണ്ടുപേര് മടങ്ങി You വന്നു. know what they said? എന്തുകൊണ്ടാ അവർ 10 people said, 10 പേര് പറഞ്ഞു oh, those people are giants. അവർ വലിയ മല്ലന്മാരാ. They had a choice, they took the wrong heart. ഹല്ലേലൂയ. അവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു, തെറ്റായ ഹാർട്ടിനെ ഉപയോഗിച്ചു. 2 people came. എന്നാൽ 2 പേര് പറഞ്ഞു Yes, all those things are there, but we are going to go forward. ഓ കാര്യമല്ല ശരി, എന്ന് ഞങ്ങൾ മുന്നോട്ട് പോവാ. That is what God is looking for. അതാ ദൈവം നോക്കുന്നത്. Tonight, one final thing. ഇന്ന് രാത്രി How അവസാനം to tap into the new heart. പുതിയ ഹൃദയത്തെ എങ്ങനെ തുറക്കാൻ പറ്റും? Speak positive and good things. ആമേൻ. നല്ലതും ദൈവികവുമായ കാര്യങ്ങൾ പറയുക. Our old heart keeps on telling us everything is bad, nothing is going to work. After all, you know, that's the old heart. Amen. But the new heart says, it is true, I have been through much, but the Lord God is the same. He will take me through. ആമേൻ. പഴയ ഹൃദയം പറയും ഓ ഒരു എന്തോ ചെയ്യാനൊക്കെ ഉണ്ടാവും, ഒന്നും നടക്കുന്നില്ല, കാര്യമൊക്കത്തില്ല, ഇങ്ങനെ നടന്നാൽ എങ്ങനെ ആവും. എന്നാൽ പുതിയ ഹൃദയം പറയുന്നു കാര്യങ്ങളെല്ലാം ശരിയാ, എന്നാൽ എൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് എനിക്ക് സകലതും സാധിക്കും. I've seen people who speak positive, powerful things. I see them shooting up. ആമേൻ. അവരുടെ വായെ കൊണ്ട് നന്മ പ്രഖ്യാപിക്കുന്നവരെ ഉയർന്നു ഞാൻ കണ്ടിട്ടുണ്ട്. But I've seen negative people. എന്നാൽ ക്ഷയാത്മകമായത് They പറയുന്നത് don't grow spiritually. അവർ ആത്മീയമായി വളരത്തില്ല. 10 years ago, they were like this. 10 years later, they are like that. 10 കൊല്ലത്തിന് മുമ്പ് എങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാ. Speak positive things. ഓ ഹല്ലേലൂയ. ശുഭകരമായ കാര്യം Now, പറയാം. some of you say, it comes to me like that. ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് അങ്ങനെ എന്നിലേക്ക് വന്നു. I'll tell you a secret how to overcome. How many of you want to break that? ആമേൻ. അതിനെ അതിജീവിക്കാൻ എത്ര പേർക്ക് I will show ആഗ്രഹം? it in David's life. ദാവീദിന്റെ ജീവിതത്തെ നോക്കാം. David said, my father and my mother may reject me, yet God will take me. ആമേൻ. ദാവീദ് പറഞ്ഞു എന്റെ അപ്പനെ അമ്മേനെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ That കരുതിക്കൊള്ളും. yengilum, that yet must come into our life. ആ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരണം. You must say, Lord, the old heart is saying all these things. കർത്താവേ പഴയ ഹൃദയം ഇതെല്ലാം പറയുവാണല്ലോ, Still I will trust in you because I have a new heart. എങ്കിലും എനിക്ക് പുതിയ ഹൃദയം ഉള്ളതുകൊണ്ട് ഞാൻ എങ്കിൽ വിശ്വസിക്കും. Church, this is my testimony. ഇതാണ് എന്റെ സാക്ഷ്യം. If I were to listen to my old heart, പഴയ ഹൃദയത്തെ വിശ്വസിക്കാനാണെങ്കിൽ you know, sometimes for some of those meetings and Friday meetings, you don't know how oppressive it was. ആമേൻ. ഹല്ലേലൂയ. പല മീറ്റിങ്ങുകൾ, വെള്ളിയാഴ്ച മീറ്റിങ്ങുകളൊക്കെ എത്ര I പ്രതികൂലമുള്ളതായിരുന്നു didn't അറിയാം. want even to come here. വരാൻ പോലും താല്പര്യമില്ല. I can just stay at home. വീട്ടിൽ ഇരുന്നാ പോരെ, I can call off the meetings. മീറ്റിംഗ് ക്യാൻസൽ ചെയ്താ പോരെ. The Lord said, no, go. ദൈവം പറഞ്ഞു അല്ല പോവുക. And when I went forward, I didn't see anything immediately. ഓ പെട്ടെന്ന് മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് ത്രൂ കണ്ടില്ല. We had very few people. അല്പം ആളുകളേ ഉള്ളൂ. The Lord said, go. ദൈവം പറഞ്ഞു പോവുക. And then the Lord confirmed to me. He sent a sister only on Friday. ആമേൻ. ഒരു സഹോദരിയെ അയച്ച് വീണ്ടും ദൈവത്തിനെ She ഉറപ്പിച്ചു. came and told me, Pastor, the Lord has told me, go there every Friday with Pastor Nainan. ആമേൻ. ഇങ്ങനെ ഒരു ഉറപ്പ് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു പാസ്റ്റർ നൈനാന്റെ അടുക്കൽ എല്ലാ വെള്ളിയാഴ്ച ദൈവം എന്നോട് പറഞ്ഞു. Then I expected, okay, from next Friday things are going to happen. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച ഒത്തിരി കാര്യം നടക്കാൻ പോകും. Nothing happened. ഒന്നും നടന്നില്ല. It's only in this fasting prayer the Lord told me people are going to fast and pray to come to the Friday. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥന കർത്താവ് പറഞ്ഞു ആളുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിനായി പ്രത്യേകം വരും. It is nothing about me. I believe because He gave me faith. I speak because He speaks in my heart. All the glory goes to my heavenly Father. ആമേൻ ആമേൻ. ഞാൻ വിശ്വസിച്ച ദൈവം വിശ്വാസം തന്നതുകൊണ്ടാ, ഞാൻ സംസാരിച്ച ദൈവം സംസാരിക്കാൻ കൃപ തന്നതുകൊണ്ടാ, എല്ലാ മഹത്വവും കർത്താവിൽ തന്നെ. The same God അതേ ദൈവം is your Father. നിങ്ങളുടെ പിതാവാ. Open your mouth and speak like this. Yes, things are not good, or maybe I'm not feeling that good, or I have seen a lot of problems, but
my God is God and he will take me through. ആമേൻ. ഒരുപാട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്, കാര്യങ്ങൾ ശരിയാ. എങ്കിലും എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവം കാര്യങ്ങൾ നടത്തി തരും. ദൈവം എന്നോട് കൂടെ ഇരിക്കും. പറയുക, സംസാരിക്കുക. Be realistic in life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാഥാർത്ഥ്യമുള്ളവരാകാം. When I think of big halls, വലിയ ആലയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ the devil sometimes shows me പിശാച് ഇങ്ങനെ കാണിക്കാറുണ്ട്. about the condition of the people in the church. സഭയിലുള്ള ആളുകളുടെ സ്ഥിതികൾ കാണിക്കും. But then I tell the devil, ഞാൻ പിശാചിനോട് പറയും, you think of 5 years. 5 കൊല്ലത്തേക്ക് മുമ്പത്തെ കാര്യത്തെ അറിയാം. When we met in a house, there were 6 or 7 people. 6-7 പിള്ളേർ ആളുകൾ മാത്രമുള്ള ഒരു The സ്ഥലം. same God is still alive and active. അതേ ദൈവം ഇപ്പോഴും സജീവമായി ജീവിക്കുന്നു. I show the devil our Sunday school. സൺഡേ സ്കൂളിൽ പിശാചിനെ കാണിക്കും. I said there are people capable of taking care of the Sunday school. സൺഡേ സ്കൂൾ നടത്താൻ പ്രാപ്തിയുള്ളവർ There are children there. അവിടെ കുഞ്ഞുങ്ങളുണ്ട്. Every time the devil or our own negative heart shows you something, tell the devil or your negative heart, look, what you say may be true, but your truth is nothing compared to the real truth which my heavenly Father has put in my heart. ആമേൻ. നമ്മുടെ ബലഹീനതകളോ കുറവുകളോ പിശാച് ചൂണ്ടിക്കാണിക്കുമ്പോൾ പിശാച് പറയും, കാര്യം ശരിയെന്ന് ഇതിനെയൊക്കെ നികത്തി എന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവൻ എന്റെ സഹായകനായി കൂടെയുണ്ട്. Change your heart. ഹൃദയത്തെ മാറ്റുക. Use your mouth. വായ ഉപയോഗിക്കാം. Our mouth is like a steering wheel. ആമേൻ. നമ്മുടെ നാവ് ഒരു സ്റ്റിയറിംഗ് വീലാണ്. You are so used to turning it to the negative side. എപ്പോഴും നമ്മൾ വേണ്ടാത്തതിലേക്ക് ഇതിനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു But God സ്വഭാവം. says, even when you turn to the negative, say, yes, I have a tendency to say negative things, but by my God, I shall turn it to the right. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ക്ഷയാത്മകമായി സംസാരിക്കാൻ പ്രേരണ ഉള്ളപ്പോൾ തന്നെ പറയുക, എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, എന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ ഇതിൻ്റെ സ്റ്റിയറിങ്ങിന് വേറെ ഡയറക്ഷനിലേക്ക്, പോസിറ്റീവിലേക്ക്, ദൈവികമായതിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ തിരിക്കാൻ പോവുകയാണ് നമ്മൾ പറയുക. The power of the tongue is in your tongue. Life is in your tongue. Life and death is in your tongue. ആമേൻ. ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിലാണ്. Hallelujah. Amen. If you declare positive things, നിങ്ങൾ ജീവൻ പ്രഖ്യാപിച്ചാൽ, if you declare health, നിങ്ങൾ ആരോഗ്യം പ്രഖ്യാപിച്ചാൽ, you'll be it'll turn around like that. നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റും. Hallelujah. സ്തോത്രം. Now I'm going to ask you to confess something. Let's stand up in the presence of God.